റാൻഡംലി എടുത്ത ഒരു 5 അണ്ടർ റേറ്റഡ് മലയാളം ത്രില്ലർ മൂവീസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ 5 മൂവീസും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലാണ്, അല്ലാതെ IMDb റേറ്റിംഗ് വെച്ചല്ല. പിന്നെ ഇതിലെ അവസാനത്തെ മൂവി നിങ്ങൾ എല്ലാവരും ഡെഫിനറ്റ്ലി കണ്ടിരിക്കേണ്ടതാണ്. 5ാമത്തെ മൂവി 2015 ഇറങ്ങിയ ജിജു അശോകൻ ഡയറക്റ്റ് ചെയ്ത ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ത്രില്ലർ എലമെന്റ് ഈ മൂവിയുടെ അവസാനത്തിലാണ് കൊണ്ടുവരുന്നത്. മൂവി തുടങ്ങുമ്പോൾ ചെമ്മൻ വിനോദാണ് ഈ കള്ളന്മാരുടെയൊക്കെ മാസ്റ്റർ എന്ന് കാണിക്കുന്ന ക്യാരക്ടറും, അതുപോലെ തന്നെ വിനയ് ഫോർട്ട് കള്ളനാകാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ ഒരു ഹ്യൂമറായിട്ട് കൊണ്ടുപോയിട്ട് ഒരു ത്രില്ലറിലേക്ക് മാറ്റുന്ന ഒരു രീതി എനിക്ക് ഈ മൂവിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 4ാമത്തെ മൂവി 2022 ഇറങ്ങിയ ഷ്യാം മോഹൻ ഡയറക്റ്റ് ചെയ്ത കൊച്ചാൾ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു ക്രൈം ത്രില്ലർ കാറ്റഗറി ആണെങ്കിൽ പോലും മൂവിയുടെ പേര് പോലെ തന്നെ അതിലെ മെയിൻ ക്യാരക്ടറിന്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് അദ്ദേഹം എന്തുമാത്രം സ്ട്രഗിൾ ഈ സമൂഹത്തിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചിട്ട്, എന്നാൽ ഹൈറ്റിലല്ല ബുദ്ധിയിലാണ് കാര്യം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എങ്ങനെയാണ് ആ മർഡർ മിസ്റ്ററി സോൾവ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ മൂവി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. 3ാമത്തെയും 2022 വിപിൻ ദാസിന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ അന്താക്ഷരി എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവിയുടെ ഏറ്റവും വലിയ രാജാവ് ഇതിന്റെ സ്റ്റോറിയാണ്. കാരണം അവസാനം വരെ ആരാണ് വില്ലൻ എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. മൂവി തുടക്കത്തിൽ ഒരു സ്ലോ പേസ് ആണെങ്കിലും ആ സ്ലോ പേസ് ഈ മൂവിക്ക് ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സൈജു കുറുപ്പിന് കൊടുത്തിരിക്കുന്ന റോള് വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം ഈ മൂവിയിൽ ചെയ്തിരിക്കുന്നത്. 2021 ആമസോൺ പ്രൈമിൽ മനു വാര്യറിന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ കുരുതി എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവി കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ സ്റ്റോറി ആയിരിക്കും. പക്ഷെ കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി ഇതൊരു ഡാർക്ക് ത്രില്ലർ മൂവിയാണ്. കാരണം മൂവി സ്റ്റാർട്ട് ചെയ്ത് പൃഥ്വിരാജിന്റെ എൻട്രി ആകുമ്പോഴത്തേക്ക് പിന്നെ മൂവി വേറെ ലെവലിലേക്ക് മാറുക. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട നസ്ലിന്റെ അഭിനയമാണ്. ഇതിൽ എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനത്തെ കുറച്ച് ഭാഗത്ത് നസ്ലിന്റെ ഒരു പരിപാടിയുണ്ട്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 1ാമത്തെ മൂവി മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ബോൾഡ് എക്സ്പെരിമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഒന്നാമത് ഈ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോണിലാണ്. പിന്നെ ഈ മൂവി നറേറ്റ് ചെയ്തിരിക്കുന്നത് ലിറ്ററലി ഫോൺ സ്ക്രീനിൽ കൂടെയും വീഡിയോ കോളിൽ കൂടെയും അതുപോലെ തന്നെ ചാറ്റ് വിൻഡോസിൽ കൂടെയാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഓഡിയൻസിന് ആ ത്രിൽ എഫക്റ്റ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി വലിയ സെറ്റ് വർക്കോ അല്ലെങ്കിൽ ഫോറിൻ ലൊക്കേഷനോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നല്ലൊരു സ്റ്റോറിയും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ടീമും ഉണ്ടെങ്കിൽ സീ യു സൂൺ പോലത്തെ ഒരു മാസ്റ്റർ പീസ് മൂവി ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഈ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്ക്.